ആർത്രൈറ്റിസ്, സന്ധിവാതം, സ്പോണ്ടിലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? സൈഡ് എഫക്റ്റ് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ? 25 വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം MIHMS ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. മുള്ളൂർക്കര റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ട മണ്ണ് പരിശോധനയ്ക്ക് തിങ്കളാഴ്ച തുടക്കമിട്ടു. MP കെ രാധാകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു. മുള്ളൂർക്കര റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തിയായ മണ്ണ് പരിശോധന തിങ്കളാഴ്ച നടന്നു. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. കെ രാധാകൃഷ്ണൻ MPയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് പാലം യാഥാർത്ഥ്യമാകുന്നത്. KRDCL റെയിൽവേ ഓവർബ്രിഡ്ജ് സെക്ഷൻ എഞ്ചിനീയർ നിതിൻ ജോസഫ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഏകദേശം 700 മീറ്ററോളം നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. റോഡിന് മാത്രമായി 7.5 മീറ്റർ വീതി വരും. ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കും. ഒരു വർഷത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി 15 മാസത്തിനകം പാലം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് കെ രാധാകൃഷ്ണൻ MP സന്ദർശനത്തിനെത്തിയത്. UR പ്രദീപ് MLA, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശശികല സുബ്രഹ്മണ്യൻ, ഷാദിയ അമീർ, പ്രതിഭ മനോജ്, പഞ്ചായത്ത് അംഗം MP കുഞ്ഞിക്കോയ തങ്ങൾ, MH അബ്ദുൾ സലാം, V രഘു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മുള്ളൂർക്കര മേൽപ്പാലം വേണമെന്നുള്ള ആവശ്യം വർഷങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ 2 ഘട്ടങ്ങളിലായിട്ട് നമ്മളതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അംഗീകാരം നേടിയെടുത്തതാണ്. പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഇടപെടൽ താമസം വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിലേ വന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ലെവൽ ക്രോസുകളെല്ലാം ഇല്ലാതാക്കണമെന്നുള്ള ഡിമാൻഡ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. കാരണം നമ്മുടെ ഒരു കാലത്ത് ലെവൽ ക്രോസ് ഉള്ള സ്ഥലത്ത് അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് വാഹനങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വാഹനങ്ങൾ പെരുകി. അപ്പോൾ ഒരു ലെവൽ ക്രോസിൻ്റെ അവിടെ മിക്കവാറും 1 കിലോമീറ്റർ അപ്പുറം വരെ വാഹനങ്ങൾ നിർത്തിയിടേണ്ട സമയം. 2 ട്രെയിൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ സമയം വരും. അതുകൊണ്ട് തന്നെ റെയിൽ ക്രോസ് ഇല്ലാത്തൊരു കേരളം എന്നുള്ളത് നമ്മളൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക കോർപ്പറേഷൻ തന്നെ രൂപീകരിച്ചു. അപ്പോൾ ആ കോർപ്പറേഷൻ്റെ പ്രവർത്തനം നല്ലപോലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ ലെവൽ ക്രോസുകളിലും ROB അല്ലെങ്കിൽ അണ്ടർ പാസേജ് എന്നുള്ള കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് തയ്യാറ്. ഇപ്പോഴാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും കുറച്ചും കൂടി അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. You are watching VCV News.